ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കായ്പോളയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതവിടെ 3 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ തൊലിയെ കളയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടിന് കുറച്ച് ഇതുണ്ട്, ജലദോഷം ആയതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കായ്പോള ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ കുറച്ച് എടുത്തൊക്കെ ഉണ്ട്, എന്നാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അത് 3 പഴം അവിടെ ഞാൻ തൊലിയൊക്കെ സെറ്റാക്കിയത് ഇത് അരിയാണ് കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് അരിയണം. അപ്പോൾ നല്ല കീറികാണ്ട് 4 ഭാഗമാക്കി അരിയാണ്. ഞാൻ അരിഞ്ഞ് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അരിയുമ്പോൾ നല്ല ശ്രദ്ധിച്ച് അരിഞ്ഞ് നോക്കുക. അങ്ങനെ നമ്മൾ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ കാരണം അവിടെ ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. എന്താ അത്രയാണ്. അപ്പം നമുക്കൊരു പാൻ ഇവിടെ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാക്കുക. എന്നിട്ട് നെയ്യാണ് ഇടേണ്ടത്. എൻ്റെ കയ്യിൽ നെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നെയ്യിട്ടൊന്നും ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതിലേക്ക് തണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെയാണ് ഒന്ന് ജസ്റ്റ് ഒരു വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് കളറാകുമ്പോൾ അത് നമ്മൾ കോരി മാറ്റാം കേട്ടോ. ഇനി ഇതേ ചട്ടിയിൽ തന്നെ നമുക്കിത് പഴം കൂടി ഒന്ന് വഴച്ചെടുക്കാം കേട്ടോ. ഈ ഒരു കളറായി വന്നാൽ സെറ്റായിരിക്കും സാധനം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള 5 മുട്ടയാണ്. മുട്ട നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചെടുക്കാം. 5 എടുക്കുക. പഴത്തിനനുസരിച്ചാണ് മുട്ട എടുക്കുക. അപ്പോൾ 5 മുട്ട എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ. അതിലേക്ക് ഏലക്ക പൊടിയാണ് വേണ്ടത്. എൻ്റെ അടുത്ത് ഏലക്ക പൊടി ഇല്ലാതെ ഞാൻ ഏലക്ക ഇട്ടെടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി അരിഞ്ഞു വന്നിട്ടുള്ളത്. നമുക്ക് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചെടുക്കുക കേട്ടോ. ഇതിലോട്ട് നമ്മൾ മുട്ട അരച്ചെടുത്തില്ലേ, അത് നമ്മളിതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതായത് ഇപ്പോൾ ഡേ വ്ലോഗൊക്കെ ഞാൻ ഇടലുണ്ട്. അപ്പോൾ അതിലൊക്കെ വ്യൂസ് കുറവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. കൂടെ നമ്മളിത് പഴം വാട്ടിയെടുത്തതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. നമ്മളിത് കുറച്ച് കഴിഞ്ഞെടുത്തപ്പോൾ അതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിൽ ഇട്ട് കൊടുക്കാം. മുന്തിരിയൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ അടച്ച് വെക്കാം. നമുക്കൊരു പാനിലേക്ക് മാറ്റാട്ടത് മറിച്ചിടും. എൻ്റെ അടിയൊക്കെ ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയം നേരത്തെ എടുത്ത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധനം ഇവിടെ റെഡി ആയിട്ടാണ്. നമ്മൾ കായ്പോള ഇവിടെ റെഡി ആയിട്ടാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇത് അടിയെ ചെറുതായിട്ട് കരിഞ്ഞ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇനിയുള്ള വീഡിയോക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഡേ വ്ലോഗൊക്കെ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഒരു ഡേ വ്ലോഗ് 10 days ചലഞ്ച് അങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എല്ലാവരും നമ്മളൊരു ഫാമിലി ആയിട്ട് മാറാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം. അപ്പോൾ എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ.